ഇത് രണ്ടും ഒറിജിനൽ നാടൻ കോഴിയാണെന്ന് പറഞ്ഞാൽ വരുന്ന കമന്റ്സ് മൊത്തവും ഇത് ഒറിജിനൽ അല്ല എന്നായിരിക്കും. മാർക്കറ്റിൽ വരുന്ന കളർ കോഴികൾ നാടനാണെന്ന് വിചാരിച്ച് നമ്മൾ മേടിച്ചു പോകാറാണ് പതിവ്. ഒറിജിനൽ നാടൻ കോഴി കിട്ടാനും അത് തിരിച്ചറിയാനും വലിയ ബുദ്ധിമുട്ടുമാണ്. അധികം വണ്ണമില്ലാത്ത നേർത്ത കാലുകളായിരിക്കും നാടൻ കോഴിക്കുള്ളത്. അതും അധികം മുറ്റാത്ത കോഴിയാണോന്ന് കാലിലുള്ള നഖം നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഇവൻ നല്ല പ്രായമുള്ള കോഴിയാണ്. ഇവന്റെ മീറ്റും ഹാർഡായിരിക്കും. ആ കെട്ടുവരുന്ന ഭാഗത്തുള്ള നഖത്തിന്റെ വളർച്ച നോക്കിയാണ് മീറ്റ് ഹാർഡാണോ എന്ന് അറിയുന്നത്. ഞാൻ ഇദ്ദേഹത്തിനെയാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വള്ളക്കടവ് PD നഗറിലുള്ള SR എന്ന ഈ ഷോപ്പിൽ നിന്നാണ് ഈ കോഴിയെ ഞാൻ വാങ്ങിയത്. നല്ല ഒറിജിനൽ നാടൻ കോഴി വരുന്ന സമയത്ത് കടയുടെ ഓണർ എന്നെ വിളിച്ച് പറയാറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മേടിക്കാറുമുണ്ട്. നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താണ് ഞാൻ വാങ്ങിയത്. അതിന് കാരണം ഇന്നത്തെ റെസിപ്പി തന്നെയാണ്. തിരുവനന്തപുരത്ത് നാടൻ കോഴി പെരട്ടിന് ഫേമസ് ആയ ഒരു സ്ഥലമാണ് കട്ടച്ചിൽക്കുഴി. ഈ ഭാഗത്തൊക്കെ കിട്ടുന്ന നാടൻ കോഴി പെരട്ട് മേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു ഹോട്ടലിന്റെയും റെസിപ്പിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഈ ഭാഗങ്ങളിൽ തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് പെരട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. തൊലിയോട് കൂടിയുള്ള ചിക്കൻ ചിലർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ രീതി കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ എങ്ങനെ വേണേലും ചൂസ് ചെയ്യാം. മേക്കിംഗ് എല്ലാം ഒരുപോലെയാണ്. റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ. കട്ടച്ചിൽക്കുഴി ഭാഗത്ത് കിട്ടുന്ന നാടൻ കോഴി പെരട്ടിന്റെ അതേ രുചി ഉറപ്പാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം മിക്സാക്കി അങ്ങ് വെക്കണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്. എരിവ് അധികം വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടിയും ഉപയോഗിക്കാം. നല്ലോണം മിക്സാക്കി അരമണിക്കൂർ അടച്ചങ്ങ് വെക്കുക. ഈ സമയം കൊണ്ട് പൊടികളെല്ലാം ചിക്കനിൽ പിടിച്ചോളും. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ രമ്പയില, പുതിനയില, കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചിക്കന് ആവശ്യമായ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എണ്ണയിൽ മുളക് പൊടി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ചിക്കന് നല്ല കളർ കിട്ടും. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പോലെയുള്ള ഒന്നും തന്നെ ഇതിൽ ചേരില്ല. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേണം പാചകം ചെയ്യാൻ. സ്കിന്നുള്ള ചിക്കൻ ആണെങ്കിൽ നല്ല നെയ്യ് ഈ സമയം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 30-45 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കൻ റെഡിയാവും. ഇതിലേക്ക് ഇനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ കുറച്ച് രമ്പയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണി ഇല എന്നൊക്കെ ചില നാട്ടിലെ രമ്പയില പറയാറുണ്ട്. കാരണം നല്ല മണമാണ് ഈ ഇല കറികളിലൊക്കെ ഇടുമ്പോൾ കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടച്ചിൽക്കുഴി നാടൻ കോഴി പെരട്ട്. കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്താൽ നമുക്ക് എരിവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം വറുത്ത് പൊടിച്ച മുളക് പൊടിയും കൂടെ ഇതിൽ ചേർത്തത്. പുട്ടിന്റെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതിലും ചെറുതായിട്ട് ചിക്കൻ കട്ട് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. അറിയാലോ, നാടൻ കോഴിയിൽ എല്ല് കൂടുതലായിരിക്കും, മാംസം കുറവായിരിക്കും. നല്ല ജ്യൂസി ആയിട്ടുള്ള മീറ്റ് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ കട്ട് ചെയ്ത് മേടിക്കണം. ഇറച്ചിയുടെ ഉള്ളിൽ വരെ മസാല നല്ലോണം പിടിച്ചേക്കുന്നത് കണ്ടോ. ചിക്കന്റെ നെയ്യിലും അരപ്പിലും തന്നെ ചോറ് നല്ലോണം മിക്സാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. വീട്ടിൽ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് കട്ടച്ചിൽക്കുഴി നാടൻ കോഴി പെരട്ട് പാചകം ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.